മെക്സവൻ ഏറെ വിവാദങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്താണ് മെക്സവൻ എന്ന് അതിൻ്റെ ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ. അത് ജനങ്ങൾക്കിടയിൽ വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരുടെയും ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനം എന്തുകൊണ്ടാണ് ഇത് ഇത്ര വേഗത്തിൽ വ്യാപിക്കുന്നത് എന്നതാണ്. ഞാൻ അതിന് മനസ്സിലാക്കിയ ഉത്തരം, മെക്സവൻ വളരെ എളുപ്പത്തിൽ എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു എക്സസൈസ് കോമ്പിനേഷനാണ്. അതിൻ്റെ പുരോഗതി ഓരോ ദിവസവും അതിൽ പങ്കെടുക്കുന്നവർ അനുഭവിച്ചറിയുന്നുണ്ട്. അതിന് ചെലവ് പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ കുറഞ്ഞ സമയം മതി. എല്ലാവരെയും ഒരുമിച്ച്, നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു. അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാൻ ദിവസേന അവസരം ലഭിക്കുന്നു. രാഷ്ട്രീയമോ മതമോ ജാതിയോ അവിടെ ചോദിക്കുകയോ പറയുകയോ വിവേചനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. സ്വാഭാവികമായും അതിൽ വരുന്ന ആളുകൾ മറ്റുള്ളവരോട് അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംസാരിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ആളുകൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമാകുന്ന ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത പ്രദേശത്ത് നിന്നുന്ന ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നു. അവരുടെ പ്രദേശത്ത് അത് പുതുതായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതിലപ്പുറം ഇതിന് വേറെ പ്രത്യേകിച്ച് ഒരു സംഘാടനവും ഒരു പ്രചാരണ രീതിയും ആരും എവിടെയും കാണുന്നില്ല. പ്രഭാതത്തിലെ നമ്മെ ഉന്മേഷവാന്മാരാക്കുവാൻ അതിന് കഴിയുന്നുണ്ട്. പല ജീവിതശൈലി രോഗങ്ങളെയും മറികടക്കുവാൻ അതിൽ പങ്കെടുക്കുന്നവരെ പ്രാപ്തമാക്കുവാൻ മെക്സവന് സാധിക്കുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായി പഠിച്ച് തയ്യാറാക്കിയ ഒരു എക്സസൈസ് കോമ്പിനേഷനാണ് അതെന്ന് അനുഭവസ്ഥർ തീർച്ചയായും സാക്ഷ്യപ്പെടുത്തും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യാപനത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അതിൻ്റെ മെക്കാനിസവും അതാണ്. ഇതിലപ്പുറം ഏതെങ്കിലും ആസൂത്രണമോ ആരുടെയെങ്കിലും ഇടപെടലുകളോ ആരുടെയെങ്കിലും സംഘാടന പാടവങ്ങളോ ഒന്നും ഇതിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേസമയം നാട്ടിൽ ജനങ്ങളെല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കുകയും പരസ്പരം ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നതിൽ ചിലർക്കൊക്കെ അസ്വസ്ഥതയുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പം ഇതിനെതിരായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ച കൂട്ടരെ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഇതിൽ പ്രതിഷേധിക്കുന്നവരെ, ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാവും. അവർ കായിക ബലം കൊണ്ട് സമൂഹത്തെ പലപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിച്ചവരാണ്. CPM ആവട്ടെ BJP ആവട്ടെ പോലുള്ള കൂട്ടരൊക്കെ തങ്ങളുടെ കായിക ബലങ്ങൾ കൊണ്ട് സമൂഹത്തെ പേടിപ്പിച്ചു നിർത്തുകയോ നിയന്ത്രിച്ചു നിർത്തുകയോ അടിമപ്പെടുത്തുകയോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നത് വസ്തുതയാണ്. അവർക്ക് ജനങ്ങൾ കായിക ആരോഗ്യമുള്ളവരായി മാറുന്നതിൽ ചിലപ്പോൾ ആശങ്ക കാണും. അത് ഇതിൻ്റെ ഒരടിസ്ഥാനമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഇത് വിവാദമുണ്ടാക്കുന്നതിൻ്റെ ഒരു രഹസ്യം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്ന എന്തിനേയും സംശയത്തോടെ നോക്കിക്കാണാൻ സമൂഹത്തെ പാകപ്പെടുത്തുക എന്ന ഒരു രാഷ്ട്രീയ അജണ്ട ഇവിടെ നടക്കുന്നുണ്ട്. അത് വളരെ ആസൂത്രിതമായി വളരെ ബോധപൂർവമായി നടക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ പങ്കെടുക്കുന്നവരിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഇവരെ പ്രകോപിപ്പിക്കുന്ന വിഷയം. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ കായിക പരിശീലനം നടത്താൻ അല്ലെങ്കിൽ വ്യായാമങ്ങൾ നടത്താൻ എന്താണ് അവകാശം? അതിനുള്ള അവകാശം ഞങ്ങൾക്കല്ലേ ഉള്ളൂ എന്ന് ചിലർ ചിന്തിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ആയുധ പരിശീലനങ്ങൾ നടത്തുന്നവരുണ്ട്. ആയുധമേന്തി തെരുവിൽ മത ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആർക്കും ഒരു ആശങ്കയും കണ്ടിട്ടില്ല. ഈ ആയുധമേന്തിയിട്ട് നടക്കുന്ന മത ആഘോഷങ്ങൾ ഒരിക്കലും ദൈവപ്രീതിക്കല്ല, മറിച്ച് മനുഷ്യനെ ഭയപ്പെടുത്താനാണ് എന്നത് വളരെ വ്യക്തമല്ലേ? ചിന്തിക്കുന്ന ആർക്കും അത് മനസ്സിലാവുമല്ലോ. എന്നിട്ടും എന്തേ അത് വിവാദമാകാത്തത്? അതുപോലെ ചില ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ആയുധ പരിശീലനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ വെളിപ്പെടുത്തിയത് CPMന്റെ ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ അത് പിന്നീട് അവർക്കിടയിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും അന്വേഷണങ്ങൾക്കും വിധേയമായില്ല.
നമ്മുടെ ചുറ്റുഭാഗത്തും ഇത്തരം ആയുധ പരിശീലനങ്ങൾ നടക്കുന്നതും നമുക്കറിയാം. പലയിടങ്ങളിലും കളം വെട്ടി പ്രത്യേക പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാനൊന്നും അല്ലാന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തേ അതൊന്നും വിവാദമാകാത്തത്? ഇവിടെ വളരെ നിർദോഷകരമായി ജനങ്ങൾ സംഘടിക്കുകയും അവർ വ്യായാമ മുറകൾ നടത്തുകയും അതിൽ അവർ ആരോഗ്യത്തെ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുകയും അങ്ങനെ അവർ 10, 20, 25 മിനിറ്റ് അവിടെ ചെലവഴിച്ച് രാഷ്ട്രീയമായോ മതപരമായോ ഏതെങ്കിലും ഒരു സന്ദേശവും ലഭിക്കാതെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇത്രേ അവിടെ നടക്കുന്നുള്ളൂ. എന്നിട്ടും എന്ത് ഇത് വിവാദമാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അതിൽ നിന്ന് ഒരു കൂട്ടർ പിന്മാറി. പക്ഷെ ആ പിന്മാറുന്ന മുഖ്യമായിട്ട് ഇതിനെതിരെ പോപ്പുലർ ഫ്രണ്ടോ ജമാഅത്തെ ഇസ്ലാമിയോ ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് ആരോപിച്ചവർ ഇപ്പോൾ ഈ ആരോപണത്തെ പിൻവലിക്കുകയാണ്. പക്ഷേ അവർ മറ്റു പലർക്കും ആയുധം കൊടുത്തതിന് ശേഷമാണ് പിൻവാങ്ങിയത്. മുസ്ലിം സമൂഹത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഇപ്പോൾ ആ ആയുധം കൊണ്ട് രാജ്യവ്യാപകമായിട്ട് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദേശീയ തലത്തിൽ പല ചാനലുകളിലും വളരെ മോശമായ തലത്തിൽ ഇതിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ഹൈന്ദവരിൽ മുസ്ലിങ്ങളെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും വെറുപ്പും ഭയവും വളർത്തുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായിട്ട് അർണബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണത്തെ എടുത്തു ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ചാനലുകളിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും പലയിടങ്ങളിലും വ്യാപകമായിട്ട് കേരളത്തിൽ മതമൗലികവാദികളുടെ വ്യായാമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ഇസ്ലാമിക വേഷം ധരിച്ച സ്ത്രീകളുടെ ഫോട്ടോകൾ വരെ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ ഭയം ജലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയം പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ല, കേരളത്തെക്കുറിച്ചും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ ദേശീയ തലത്തിൽ ദേശവിരുദ്ധ ശക്തികൾക്ക് രാജ്യത്ത് വിഘടനം ഉണ്ടാക്കണമെന്ന്, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്ക് ഇത് വലിയ ആയുധമാണ് നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ AP വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളിലെ AP വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്ന് ചിലർ ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ AP വിഭാഗം ഉന്നയിച്ച കാര്യവും CPM ഉന്നയിച്ച ആരോപണവും രണ്ടും തികച്ചും വ്യത്യസ്തമാണ്. AP വിഭാഗം ഉന്നയിച്ചിരിക്കുന്നത് സുന്നി ആദർശങ്ങൾക്കെതിരായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരോടും മുജാഹിദ് പ്രസ്ഥാനക്കാരോടുമൊക്കെ സലാം പറയേണ്ടി വരുന്നു, അവരെ ആലിംഗനം ചെയ്യേണ്ടി വരുന്നു, അവരുമായിട്ട് കൂടുതൽ അടുക്കേണ്ട സാഹചര്യം വരുന്നു, സ്ത്രീകൾ വ്യാപകമായി രംഗത്തിറങ്ങുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അവർക്കുണ്ടാക്കിയ ആശങ്ക. അവർ പറഞ്ഞത് ഒരിക്കലും ഇതിന്റെ പിന്നിൽ ഭീകരതയോ തീവ്രവാദമോ ഉണ്ട് എന്നല്ല. പക്ഷേ CPM ഉയർത്തിയ ആരോപണം തികച്ചും മറ്റൊരു തലത്തിലാണ്. മുസ്ലിം സമൂഹം മാത്രം മറുപടി പറയണത്രേ. ഇവിടെ മുസ്ലിം സമൂഹവും അതുപോലെ ദലിത് ആദിവാസി വിഭാഗങ്ങളും വളരെ വ്യക്തമായ ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്. ഇവിടെ മോഹനൻ മാഷക്കും അതുപോലെ ഗോവിന്ദൻ മാഷക്കും പിണറായി വിജയനും സുരേന്ദ്രനും ഒക്കെയുള്ള മുഴുവൻ അവകാശങ്ങളും ഇവിടുത്തെ ഓരോ ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഓരോ SDPIക്കാരനും ഓരോ മുസ്ലിമിനും ഓരോ ആദിവാസിക്കും ഓരോ ദലിതനും ഉണ്ട് എന്ന് വളരെ നട്ടെല്ലോട് കൂടി നടുനിവർത്തി പറയാൻ ഈ സമൂഹങ്ങൾ, ഈ സമുദായത്തിൻ്റെയൊക്കെ ആളുകൾ, നേതാക്കൾ തയ്യാറാവാത്തിടത്തോളം ഞങ്ങൾ ഇവിടെ രാജാക്കന്മാരാണ്, നിങ്ങളൊക്കെ അടിമകളാണ് എന്ന ഒരു മനോഭാവം അവർക്കുണ്ടായിരിക്കും. അപ്പൊ അത്തരം ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനവും അതാണ്. അതിന് വസ്തുതകളോ തെളിവുകളൊന്നും ആവശ്യമില്ല. അവർക്ക് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഏത് വേഷം ധരിച്ചവരാണ്, നരേന്ദ്രമോദി പറഞ്ഞ പോലെ വേഷം കണ്ടാൽ അറിയാം അവർക്ക് എന്ത് ആരോപണം ഉന്നയിക്കണമെന്ന്. ഇത് മനസ്സിലാക്കുവാൻ ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഇതിന് പരിഹാരമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് രാജ്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഹൈന്ദവർക്കെതിരായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരായി എന്താണ് മുസ്ലിം സമൂഹം എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്, ഏത് വിഭാഗമാണ് ചെയ്തിട്ടുള്ളത്? അത്തരം അക്രമ പ്രവർത്തനങ്ങൾ ഹൈന്ദവരായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എന്ത് അക്രമ പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ചെയ്തിട്ടുള്ളത്? എന്നാൽ തിരിച്ച് മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം, ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ മാത്രം, ദലിതായനായതിൻ്റെ പേരിൽ മാത്രം, ആദിവാസി ആയതിൻ്റെ പേരിൽ മാത്രം കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ത്യയിൽ ഉണ്ട്.
അതൊരു വസ്തുതയാണ്. എന്നാൽ അതല്ലേ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്? അതല്ലേ ഭരണഘടനാ വിരുദ്ധം? അതല്ലേ ദേശവിരുദ്ധം? അപ്പൊ ഈ തലത്തിൽ ചിന്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും യഥാർത്ഥ മതേതര വിശ്വാസികളും അതുപോലെ ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുമൊക്കെ തയ്യാറായി നട്ടലോടെ നടുനിവർത്തി നിൽക്കാൻ ധൈര്യപ്പെടുമ്പോൾ ഇത്തരം വിധ്വംസക ശക്തികൾ വളരെ ദ്രോഹകരമായ സാമൂഹ്യ ദ്രോഹകരമായ ആശയങ്ങളും ആരോപണങ്ങളും ഉയർത്തി സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന മോഹനൻ മാഷെ പോലുള്ളവർ സ്വയം പത്തി മടക്കി പിന്നോട്ട് വലിയുക തന്നെ ചെയ്യും. അതിന് ഈ സമൂഹങ്ങൾ തയ്യാറാകണം എന്നുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. താങ്ക് യു.